ഹലോ, കുറേ ആയല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ലോങ് വീഡിയോ ഇടാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, പിന്നെ ഈ ടൈം അതൊരു വലിയൊരു സംഭവമാണ്. ടൈം ഒട്ടും കിട്ടുന്നില്ല. ഈടായിട്ടുള്ള കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്ന ഷോർട്സ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ ക്രാഫ്റ്റൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി മുതൽ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് ലോങ് വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുക. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ടൈം ഇട്ട് നമ്മൾ എന്തായാലും അതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ A4 ഷീറ്റ് വെച്ചിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കുന്നത്. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോ വേർഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ വലിയ രീതിയിൽ സാധനങ്ങളൊന്നും വേണ്ട. ഒരു A4 ഷീറ്റ് ഉണ്ടെങ്കിൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കളർ ഷീറ്റ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. A4 ഷീറ്റ് എടുത്തിട്ട് 4 സൈഡ്സും ഞാൻ ഈക്വൽ സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ മുന്നേ ചെയ്തത് A4 കട്ട് ചെയ്യാതെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ 4 സൈഡും ഒരേപോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് 4 ലൈൻസ് 4 സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്ര ടൈം കൺസ്യൂമിങ് ആവുന്ന ക്രാഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ഗിവ് അവേ എപ്പോഴാന്നുള്ള ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു 1K ഒക്കെ ആവാറായിട്ടുണ്ട്. ഒരു 1K കഴിഞ്ഞാൽ നമുക്കൊരു ഗിവ് അവേ വെക്കാം. പിന്നെ ഒരു 5K ആവുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു ഹ്യൂജ് ഗിവ് അവേ തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഫ്രെയിമിൽ ഈ എഡ്ജസിൽ വരുന്ന പോർഷന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 സൈഡിലും കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ലൈന് വരച്ചു കൊടുക്കുക. താഴെ മുകളിലുമായിട്ട് വരച്ചു കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ലൈന് ഇതിൻ്റെ 4 സൈഡ്സിലും അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ അതിന് ശേഷം ആ വരച്ച ലൈനിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുക. ആ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ച ആ ഒരു 4 ലൈൻ ഉണ്ടല്ലോ, അതിൽ കൂടെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമുക്ക് മടയ്ക്കാനൊരു ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലിപ്പ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയതല്ല, ആ ഒരു ക്ലിപ്പേ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് വെക്കാനുള്ളത്, എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോഡ്സ് ഒക്കെ എഴുതിയിട്ടും അതും അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ലൈനിലൂടെ വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ ഒരു 4 സൈഡും അങ്ങനെ മടക്കി കൊടുത്താൽ ഇതുപോലെ വരുന്നുണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രെയിമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇൻസുലേഷൻ ടേപ്പ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗമ്മ് വെച്ചിട്ടൊക്കെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ മടക്കുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അത് മടക്കി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ എഡ്ജസും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നും കൂടെ ഒന്ന് പറയട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം. ഇനി നെക്സ്റ്റ് എങ്ങനെയുള്ള വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതുപോലുള്ള വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടോന്നും ഇല്ലെന്നും കൂടെ എന്തായാലും ഒന്ന് പറയണേ.